നിന്ന് മടങ്ങുകയാണ്. പ്രിയയുടെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ നോക്കണം. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ദീപക്. ഞാനാണോ ഡോക്ടർ അതിന് കാരണം? എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയില്ല. ഒരാളുടെ രോഗം ഭേദമാകുമ്പോൾ ഡോക്ടർ അനുഭവിക്കാറുള്ള സന്തോഷത്തെപ്പറ്റി ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഡോക്ടറുടെ രോഗിയല്ലല്ലോ, അതുകൊണ്ട് എന്റെ കാര്യം വിട്ടേക്ക്. ഇനിയും ഞാനിവിടെ നിന്നാ പ്രിയയുടെ ടെൻഷൻ വർദ്ധിക്കുകയുള്ളൂ. അച്ഛൻ പ്രിയയുടെ ആഗ്രഹങ്ങൾക്ക് എതിരെ നിന്നപ്പോഴാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ആ തെറ്റ് ഞാനും ആവർത്തിച്ച ഡോക്ടറുടെ അധ്വാനമൊക്കെ വെറുതെ ആയിന്ന് വരും. വീണ്ടും അവൾ പഴയ അവസ്ഥയിലേക്ക് പോയാൽ നമുക്കത് താങ്ങാൻ പറ്റുമോ ഡോക്ടർ? പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. പ്രിയയെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ ആ സ്നേഹം എന്തെങ്കിലും പിടിച്ചു വാങ്ങാനോ അവകാശം സ്ഥാപിക്കാനോ ഉള്ളതല്ല. സ്നേഹിക്കുന്നവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കലും സ്നേഹം തന്നെയാണ് ഡോക്ടർ. ഹൃദയത്തിൽ നന്മയുള്ളവർ ജീവിതത്തിൽ തോൽക്കില്ല ദീപക്. കാണാതെ പോകാമെന്ന് ആദ്യം ആലോചിച്ചു. പക്ഷേ നമുക്കിടയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അങ്ങനെ പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒരു സംശയം ബാക്കി നിന്നു. എന്നെ കാണുന്നത് പ്രിയയ്ക്കൊരു ബുദ്ധിമുട്ടായി തോന്നുമെന്ന സംശയം. എന്തായാലും ഇങ്ങോട്ട് ഒരുമിച്ച് വന്നല്ലേ, ഒറ്റയ്ക്ക് മടങ്ങി പോകുമ്പോ ഒന്ന് കണ്ടിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ തോന്നി. ക്ഷമിക്കണം. ഇവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുറിയുടെ താക്കോൽ മായയുടെ അടുത്ത് കൊടുക്കാം. വേറെ എന്തെങ്കിലും? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ട വല്ലതും ഉണ്ടോന്നാ. ഒരു ഫ്രണ്ടായിട്ട് കരുതി ചോദിക്കുക. ഡോക്ടർ എന്നോട് പറഞ്ഞു അടുത്ത നിമിഷം ഒരു ദുരന്തം സംഭവിക്കുന്ന മട്ടിൽ മനസ്സിനെ ട്രെയിൻ ചെയ്യണമെന്ന്. പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല. എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പ്രിയയുടെ അസുഖം മാറണമെന്ന പ്രാർത്ഥന ദൈവം കേട്ടു. ഞാൻ അതിനൊരു കാരണക്കാരനായല്ലോ. എനിക്കത് മതി, അത് മാത്രം മതി. ഞാൻ പോട്ടെ പ്രിയ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അമ്മേ, ദീപു അല്ലേ ഇത്? എവിടെ മോനെ ദീപു? എത്ര നാളായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നീ വരണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് ക്ഷമ കിട്ടും. അങ്ങനെ ഓടിപ്പോന്നതാ. അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ചു. സന്തോഷമുള്ള സമയത്ത് പരസ്പരം കാണുന്ന ഒരു സന്തോഷമല്ലേ? അതെ, വളരെ സന്തോഷത്തില ഞാൻ. 2-3 ദിവസം കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റിയടാ ദീപു? അത് എല്ലാം പൂർണ്ണമായി ഭേദമായിട്ട്. ഞങ്ങളിപ്പോ ഡോക്ടറെ കണ്ടിരുന്നു. എപ്പോ ഇവിടുന്ന് പോകാൻ പറ്റും ചോദിച്ചപ്പോ അങ്ങനെ വ്യക്തമായൊന്നും പറഞ്ഞില്ല. ആർക്കും ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വിജയേട്ടാ. എന്നുവെച്ചാ എന്റെ മോക്ക് പിന്നെ
എന്തിനാ ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് വന്നത്? വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? മതിയായി, ഒക്കെ മതിയായി. എന്ത് പറ്റിയടാ നിനക്ക്? അമ്മേ, താങ്ങാവുന്നതിലധികം വിഷമം എനിക്ക് ഇപ്പൊ തന്നെ ഉണ്ട്. നിങ്ങളും കൂടി വന്നപ്പോ എല്ലാം പൂർത്തിയായി. എന്റെ ഈശ്വര, എല്ലാം ശരിയായി നിറഞ്ഞ സന്തോഷത്തോടെ വന്നിട്ടിപ്പോ. സന്തോഷം അത് അമ്മയുടെ മോന് വിധിച്ചിട്ടില്ലമ്മേ. ഒരു കണക്കിന് ഇനി എന്തിനു ഞാനിതൊക്കെ നിങ്ങളോട് മറച്ചു വെക്കണം? പ്രിയെ ഞാനല്ലേ സ്നേഹിച്ചത്. അവൾക്ക് എന്നെ സ്നേഹിക്കാനുള്ള തിരിച്ചറിവുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവളുടെ ഭാഗത്ത് ഒരു കുറ്റമില്ല. പക്ഷേ അങ്ങനെയല്ല ദീപോട്ട. എനിക്ക് സ്വബോധം വന്നപ്പോ ആദ്യം തെളിഞ്ഞു വന്നത് എന്റെ അച്ഛന്റെ മുഖാണ്. രാഹുലിനെ സ്നേഹിച്ചതിന് എന്നെ മാനസികമായി തകർത്ത എന്റെ അച്ഛന്റെ മുഖം. ആ അച്ഛനെ തോൽപ്പിക്കാൻ രാഹുലിന്റെ കൂടെ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ എന്റെ മനസ്സിൽ അപ്പോഴും ദീപോട്ടനുണ്ടായിരുന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ദീപോട്ടൻ, എനിക്ക് വേണ്ടി പലതും ഉപേക്ഷിച്ച ദീപോട്ടൻ. രാഹുലിനേക്കാളും അച്ഛനോടുള്ള പകയേക്കാളും ഒക്കെ വലുതാണ് ദീപോട്ടൻ എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരിക്കൽ മറ്റൊരാളെ സ്നേഹിച്ച എന്നെ ദീപോട്ടന് വേണ്ടെന്ന് എനിക്ക് തോന്നി. ആ അപകർഷത ബോധം കാരണം ദീപോട്ടനോട് ഒന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് പുറത്ത് എന്നെ കൂടെ കൊണ്ടുപോകുന്ന ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ കുറച്ചു മുൻപ് ദീപോട്ടൻ എന്റെ മുൻപിൽ വന്നത് എന്നോട് യാത്ര ചോദിക്കാനാണ്. അതിനുവേണ്ടി മാത്രം അല്ലേ? അല്ല, അങ്ങനെയല്ലത്. ഞാൻ അനുഭവിച്ച വിഷമവും സങ്കടമൊന്നും പ്രിയെ ഞാൻ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. സ്നേഹിക്കുന്നയാളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത്രേ സാധിക്കൂ. എന്ന് ഞാൻ പറയാം. എന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം. ദീപോട്ടന്റെ കൂടെ ജീവിക്കാൻ. ഞാൻ ദീപുവിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് തീർച്ചയായും എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു അനുഭവമാണ്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, രണ്ടുപേരെയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് വിട്ടയക്കില്ല. ഹണിമൂണിനാണെന്ന് വിശ്വസിപ്പിച്ച് പ്രിയ ഇവിടെ കൊണ്ടുവന്നു. ഇനി യഥാർത്ഥത്തിലുള്ള ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങുന്നുള്ളൂ. കുറച്ചു ദിവസം എന്റെ വീട്ടിൽ. ദീപേട്ടാ, ദീപേട്ടാ, ഭൂമി കുലുങ്ങുന്നുണ്ടോ? ആ ഉണ്ട്. ഭൂമി മാത്രല്ല, ഈ മുറി കുലുങ്ങുന്നുണ്ട്, കട്ടില് കുലുങ്ങുന്നുണ്ട്.